6 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ചോദിച്ചു. ഇനി എനിക്ക് അതുമാത്രം എടുക്കാമല്ലോ, ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു. ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറയും. ഇനി അതുകൂടി ചെയ്യാനുള്ളൂ, അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വല്ല കഥയുണ്ടോ, സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവർ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന്, ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന്. കർത്താവുകൊണ്ട് ആ ബന്ധമുള്ളതുകൊണ്ട്, ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട്, കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം, മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം, ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ, ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ, എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലേവ്യ പുസ്തകം കിട്ടും. ലേവ്യ പുസ്തകം അതായത് 26:9 ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലേവ്യ പുസ്തകം 26:9. അതിനകത്ത് സാക്ഷ്യത്തെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. സംഭവം അവർ ചോദിച്ച മറുപടി പിന്നെ വരവേണ്ടല്ലേ, ഇടിവിട്ടായിട്ട് തിരിച്ചു വന്നത്. എന്താ ചോദിച്ചത്? ഞാൻ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത്, ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ്, മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഈ യാത്ര ശുഭമാണോ, ഇതുകൊണ്ടല്ല വല്ല ഗുണമുണ്ടോ, ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവിന് ചോദിച്ചിട്ടാണ് ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്യണത്. അപ്പോഴാണ് എന്ത് കിട്ടണത്? ലേവ്യ 26:9 എന്താ എഴുതിയിരിക്കണത്? ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും. ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കണത് എന്താണ്? കടാക്ഷമാണ്. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? ദൈവ കടാക്ഷം ഉണ്ടാവും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. അപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്ന അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക, ഉടമ്പടി ഉറച്ചെന്നാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൾക്കാരെ പിടിക്കാനല്ല, ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത്. അതാണ് 16:20 മർക്കോസിന്റെ സുവിശേഷം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 16:20 മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കലെന്ന് പറയണത്. ലേവ്യ 26:10 പറഞ്ഞ എന്താണ്? ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും, ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും. പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതിന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത്? അടയാളം കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പം അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതിന് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ. നിങ്ങൾ പിന്നെ കർത്താവിനെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം വന്നില്ല, കുട്ടി ഉണ്ടായില്ല, ജപ്തി മാറിയില്ല, ഇത് അതും പറഞ്ഞ് പിച്ചുമ്പയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത്. കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഗുണാന്നിങ്ങനെ ചീവിട് പോലെ ചിലച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല. ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട്
അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ്. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്ത ഷോർട്ടണിങ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി, നിങ്ങളെ കണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് എന്താ അതിൻ്റെ പേര്? അതായത് ജെസ്സി അജി, പത്തനംതിട്ടയിൽ നിന്ന് ജെസ്സി അജി. ജെസ്സി അത് UAE വർക്ക് ചെയ്യണം, ഭാര്യയും ഭർത്താവും തമ്മിൽ. 10 കൊല്ലം അവിടെ 15 കൊല്ലം അവരോട് വർക്ക് ചെയ്യണത്. ഇന്ന് വരെ മക്കളില്ല. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? 15 കൊല്ലമായെങ്കിലും വിഷയമില്ല, മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട്, അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും. അത് അവരുടെ വിശ്വാസം അതാണ്. അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും. 15 കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് അതിരഞ്ചിനാണ്. 15 കൊല്ലം അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും. ഈ പച്ച തിരിയതല്ലേ, പച്ച കാണിക്കണത് എന്താണ്? തളർത്തതാണ് ഉടമ്പടി. നിങ്ങളുടെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു സ്വാഭാവികമാണ്, ബയോളജിയാണ് അതിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ്. പെട്ടെന്നിങ്ങനെ തളർക്കും, ഒരു കാരണമില്ലാതെ തളർക്കും. അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് 15 കൊല്ലം മക്കളില്ലാത്ത ഈ അജി വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തിന് അവർ പ്രഗ്നൻ്റ് ആവും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത്? ഒരു കുഴപ്പമില്ല, അവർ പ്രസവിക്കും. ആ 10 പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത്? ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇത് ഉടമ്പടി മാത്രം നടക്കത്തുള്ള ഈ സംഭവങ്ങളെ നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല. ദൈവം തന്നെ അതിൻ്റെ കാരണം. ഇപ്പം എന്തുമാത്രമായി. ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗർഭകാലങ്ങൾ, ആനയുടെ ഗർഭകാലം 600 ദിവസം ഒരു ഇത് കണ്ടതാണ്. ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടപ്പോൾ ഇത് ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം 660 ദിവസം. ഞാൻ പറഞ്ഞു ദൈവമേ, ഇപ്പം ആന എത്ര 360 ദിവസമല്ലേ ഒരു വർഷം. അപ്പോൾ 1.25 വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും. അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ്? 440 ദിവസം. കുതിരയുടെ കാര്യം പോക്കാം. ഒട്ടകത്തിൻ്റെ ഗർഭകാലം 420 ദിവസം ഒട്ടകത്തിൻ്റെ. അങ്ങനെ വന്ന് നോക്കി മനുഷ്യൻ്റെതായപ്പോൾ 280 ദിവസം. അപ്പോൾ ഞാൻ ഭാഗ്യം, അമ്മച്ചിമാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ 600 ദിവസം എടുത്തേക്ക്. എന്നാലും 280 ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ? അപ്പം 3 കൊച്ചുങ്ങൾക്ക് എത്ര ദിവസം വേണം? 28, 56, 56, 20, 76, 8, 76, 84. അപ്പം 840 ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ 3 കുഞ്ഞുങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങൾക്ക് 3 കൊല്ലമായിട്ട്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞാണിനെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനെ കിട്ടും, 2 കൊല്ലം കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനെ കിട്ടും. അപ്പം അങ്ങനെ 4 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം. 6 കൊല്ലമാണ് ടൈം ഷോർട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം 3 കുഞ്ഞിനാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. അതേ ഉടമ്പടി മെയ് സംഭവിക്കും. ടൈം ഷോർട്ടിങ് വന്നെ കണ്ടില്ലേ? അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പം നമ്മളവർക്ക് ഈ 3 കുഞ്ഞുങ്ങളെ നമ്മൾ കാണണം. അതിൻ്റെ അകത്ത് എല്ലാം ഇട്ടിവിട്ട് കുഞ്ഞുങ്ങളാണ്. നല്ല ചുവന്ന തുടുത്തും മിട്ടുക്കന്മാരായിട്ട് 2 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചു. അടിപൊളി, സൂപ്പർ. അതുങ്ങളിങ്ങനെ മാറിക്കോയി 4-5 ആൾക്കാർ കൂടിയാണ് എൻ്റെ അടുത്ത് കയറി സാക്ഷ്യം പറയണത്. ആ കാഴ്ച തന്നെ കാണണം. അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത്. അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് എ ഫെയ്ത്ത്ഫുൾ. നമുക്ക് വിശ്വാസികളെ കാണും പറയാമല്ലോ. അവരാണ് അപ്പം ജനിച്ചത് കൊണ്ട് അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായി, അപ്പൂപ്പൻ ക്രിസ്ത്യാനിയായെന്നല്ല. ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം സ്വീകരിച്ചത്.
അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷെ അവിടെ വർത്തമാനം അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന്, ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും. അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുള്ളാണ്. എന്താണ്, കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും. അതാണ് സംഭവം. അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയണത്. കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി, പക്ഷെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിന് ഏകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൈയടി ഒരുമിച്ച് പാടുക. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടും ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ദൈവ സന്ദർശനം ഉറപ്പ് വരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത്. ഇത് അമേരിക്കയിലും ലൂർദിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല, ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി കയറി പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് മിക്കവാറും ഉള്ള നാക്കുകൂടി പൊള്ളിപ്പോണത്. നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ ചിലർക്ക്, ഉടമ്പടി എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും. അങ്ങനെയല്ല, നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല, നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്കുള്ള അടയാളമാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ. അത് നമ്മൾ വിശ്വസിച്ചത് നമുക്കുള്ള അടയാളമാണ്. അപ്പം നിങ്ങളിനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടിയെ വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല. നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ. ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല, ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം. ചില ആൾക്കാർ വരട്ടെ, ഉടമ്പടി ഒതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം, ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ. അപ്പം ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല, പത്രമൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല, ചെയ്യാവേ വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയണ, നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങും. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പത്രമോ പ്രേക്ഷിത പ്രവർത്തനമോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തികളോ എന്തുമാത്രം താമസിക്കുന്നോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ദൈവത്തിനെ വേദപാഠം പഠിപ്പിക്കാൻ വരരുത്. നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത്. കാര്യം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ അടയാളം കാണാൻ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത്. അപ്പം നിങ്ങൾ എന്തിനാണ് കുഴിച്ച് സ്വന്തം കുഴിക്കണേ എന്തിനാ? അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിത്തിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക്
ഒരു മനുഷ്യനും നോക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം ദൈവത്തെ അറിയാൻ ദൈവത്തിൻ്റെ മകനാണ്, ധൈര്യമുള്ള ആളാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലിയായിരിക്കണം. സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്പറിഷമൊക്കെ നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ട കാറ്റഗിസം കൊണ്ട് കിട്ടാത്ത കാരണം ഒപ്പറിഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും. എന്താ കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റാതെ. ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്കറിയാം. അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇടംബലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കണത്. ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചു. ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. പാർവതിയുടെ ഒരു ദൈവാനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം. പാർവതി ഞങ്ങളെല്ലാവരും സ്പർശിച്ച ഒരു സംഭവം. പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യും. അവൾക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അതിന് അവൾ കുറച്ച് സമയമെടുത്തു, കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു. കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ പറയും, എടി മോളെ, നിൻ്റെതല്ലേ കാര്യം, അപ്പം നീ കൂടി ഉടമ്പടി എടുക്കണം, മാതാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ട്. അപ്പം അതുപോലെ ഇവളും ചെയ്യണ്ടേ. അപ്പം അതിനൊരു മനസ്സൊരുക്കം വേണം. അതിന് വരട്ടെ, ഞാനും ഓക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട്. അവളുടെ മനസ്സാക്ഷി നല്ലതുണ്ടായിരിക്കും. അവൾ പഠിക്കണ കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജായിട്ട് എടുത്തത്. ഇഷ്ടപ്പെട്ടെടുത്തതല്ല, അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ്. പക്ഷേ ദൈവം അത് കൊടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചിന്ത വന്ന് ഫ്രാൻസ് കുറച്ച് അറിയാമല്ലോ, ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം. ഇപ്പം പക്ഷേ പോകാൻ പറ്റത്തില്ല, 26 ലക്ഷം രൂപ വേണം. 26 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോണേ? നമുക്ക് അപ്പനും ഇല്ല, കാശും ഇല്ല. നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠിത്തവും നിർത്തിയിട്ട് അവൾ എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ 26 ലക്ഷം രൂപ കിട്ടത്തില്ല. പക്ഷെ അപ്പോഴും അവൾ മനസ്സിൽ പറയും, അമ്മ തരൂ, അമ്മക്കുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ തരൂ. അപ്പം അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന് ഉടമ്പെടുക്കും. ഉടമ്പെടുത്തിട്ട് പറയും, ഒരു കാര്യം എഴുതി, എനിക്ക് ഫ്രാൻസിൽ പോകണമെന്ന് എഴുതും, പിന്നെ ഒന്നും എഴുതത്തില്ല. പിന്നെ എഴുതാതെ പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും. പിന്നെ എഴുതും, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് എഴുതും. ഇത് പറഞ്ഞ് നമുക്ക് അറിഞ്ഞു വിചാരിക്കാം. അവൾ ആ 5 സാധനം എഴുതി വെച്ചിരിക്കണത് അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ജീവിക്കണം. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയണത്. 6 പ്രാവശ്യം എഴുതി വെച്ചിരിക്കണതിൻ്റെ അകത്ത്. അവൾ ഉടമ്പടി ചെയ്ത ഒരൊറ്റ ഉടമ്പടിയാണ് ഒരു വല്ലാത്ത ഉടമ്പടിയായിപ്പോയത്.
ഒക്കെ സത്യസന്ധമായിട്ട് ചെയ്യണമല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടമ്പടി അന്ന് തന്നെ എടുത്ത്, അമ്മയ്ക്ക് സമയം അധികമില്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ എന്താ പറ്റിയത്? 26,000 രൂപ വേണം. 26,000 രൂപ എവിടെ നിന്ന് കിട്ടും? 26,000 രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ അമ്മ, ഈ പാർവതിയുടെ അമ്മ, അവർ ഉടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ്. ഇവരൊക്കെ ലിങ്കിങ് ഉള്ള അവരുടെ അമ്മ പറയും 26,000 രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മാതാവിനോട് പറയുന്നുണ്ട്, മാനേജറോട് ചോദിക്കാം. അവൾ ബാങ്കിൽ എന്തോ ഒരു 1 ഡേ പരിപാടിക്ക് ഈ നമ്മൾ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥയല്ല, പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, മാനേജർ നമ്മൾ ഇന്നലെയാണ് അവിടെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ 26,000 രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ല. നമുക്ക് വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല. എല്ലാവർക്കും ആ വിലയില്ലാത്ത വസ്തുവാണെന്നും പറഞ്ഞുകൊണ്ട് വസ്തു തള്ളിക്കളയും. അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ ബാങ്കുകാർ എടുക്കണം 26 ലക്ഷം രൂപയ്ക്ക്? അപ്പോൾ അമ്മ പറയും, നീ ചോദിക്കുക, നമ്മൾ മാതാവിനും ഒപ്പിച്ചല്ല ചെയ്യണത്, വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം, നീ ചോദിക്കെന്ന് പറയും. ഉടനെ പാർവതി പോയി ബാങ്ക് മാനേജരോട് ചോദിക്കും. ബാങ്ക് മാനേജർ ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ പ്രമാണം എടുത്ത്, വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോണ സമയത്ത് ഇടിയും വെട്ടി മഴ പെയ്യുന്നതോടുകൂടി ഇവൾ അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കയറും, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല കാറ്റും മഴയുമാണ്. അപ്പോഴുണ്ടാ ഒരു സംഭവം വരുന്നു, ഒരു പ്രത്യേക തുമ്പി വരും. ഇങ്ങനെ പറഞ്ഞത്, ഇവളിങ്ങനെ വല്ലാണ്ട് ഈ മഴയത്ത് തുമ്പിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി, മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി. പിന്നെ കാറ്റും മഴയും നിരക്കും. ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ തുമ്പി ഇവളുടെ കൂടെ പോവും. ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും. ഒരു കാര്യം പോണ കഥ കണ്ടില്ലേ? ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇവൾ ചോദിക്കും, സാറേ എനിക്ക് ഫ്രാൻസിൽ പോകണം, 26 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, അതിനെന്താ, ആ പ്രമാണം കിട്ടുന്നില്ല, നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും. നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുക. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണം. എന്താണ് വായിച്ചേ? അതായത് കർത്താവിൻ്റെ വചനത്തിൽ അതിശക്തമായൊരു വചനം, അതായത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ, പുറപ്പാട് 23 ഉടമ്പടിയിലുള്ളതാണ് ദൂതൻ. പുറപ്പാട് 23:20 ശ്രുതികണ്ട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. ഒന്ന് പറഞ്ഞ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ വഴി മോണിറ്റർ ചെയ്യും. ഭയങ്കര മോണിറ്ററിങ്ങാ. അപ്പൊ അതായത് നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കുന്നതും ബൈബിൾ കാലത്ത് ഉരുകാതിരുന്ന സംഭവങ്ങൾ ഇന്നത്തെ വിശ്വാസി ഉരുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം ഉരുകണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുമ്പോഴേ വെള്ളം തിളക്കത്തുള്ളൂ അല്ലേ? വെള്ളി തിളക്കണമെങ്കിൽ 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. അതുപോലെ ഗ്ലാസ്, നമ്മുടെ ഈ ചെറിയ ഗ്ലാസ്സില്ലേ, നമ്മുടെ ഇതുപോലെ, അതായത് ലിക്വിഡ് വാട്ടറൊക്കെ സൂക്ഷിക്കുന്ന മൈന്യൂട്ട് ഗ്ലാസ്സില്ലേ, അത്തരം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ 3800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. ആ മണ്ണ് തിളച്ച ഗ്ലാസ് ആകണമെങ്കിൽ. അപ്പോൾ ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം. ബൈബിൾ കാലത്ത്
മാത്രം ഉരുകിയിരുന്ന പല മൂലകങ്ങളും പല ദൈവത്തിൻ്റെ പദ്ധതികളും ഇന്നത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആവശ്യമായ ചൂട്, വിശ്വാസത്തിൻ്റെ ചൂട്, പ്രത്യാശയുടെ ചൂട്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അർഹമായ വിശ്വാസം ആരോപിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ഓരോ വചനത്തെയും ആക്ടിവേറ്റ് ആക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ട് വചനത്തെ മാംസമാക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയുടെ ഭാഗം തന്നെയാണ് ഈ സഞ്ചാരം എന്ന് പറയണത്. നമ്മൾ കണ്ടില്ലേ, ലെവയ 26:9 എന്താ പറഞ്ഞത്? നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അതിനോട് പണ്ട് ചേർത്ത് വായിക്കുന്നതാണ് ലേവ്യർ 26:11. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ലേവ്യർ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ്. അമ്മയായാലും അമ്മയുടെ ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കണത്. നമ്മൾ സഞ്ചാരി മാതാവെന്ന ആൾക്കാരെ വെറുതെ പറയണമല്ല, അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന, അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള ജീവിതം അനപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും, അതായത് ദൂതനെ അയക്കുക, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ എത്തിക്കുക, അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കും അവകാശമാക്കാൻ ആവശ്യമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മളെ നയിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നിൽക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നേരെ നമുക്ക് നമ്മളോട് ഈശോ സംസാരിച്ച വലിയ ദിവസമാണ്. ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചു, ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിൽ വെച്ചുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിലുള്ളവരും ഇവിടെ ആയിരിക്കുന്ന ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിനായി മാതാവിൻ്റെ മാധ്യശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം.
മഹത്വം. ആരാധന, ആരാധന. ദൈവപിതാവേ ആരാധന. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തില് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലും ജീവിതത്തിലും അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആഴപ്പെടുന്ന വലിയ കരങ്ങള് ഓരോ മകന്റെ മേലും മകളുടെ മേലും തൊടുവിക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. HIV രോഗം ഉൾപ്പെടെ എല്ലാവിധ മാറാത്ത രോഗങ്ങള് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ വിശുദ്ധ രക്തം എല്ലാ കോശങ്ങളിലും പേശികളിലും പടരട്ടെ. മാരക രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശിശു രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തലവാദ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള്, ശിശു രോഗങ്ങള് എല്ലാ യേശുവിന്റെ നാമത്തില്, PCOD രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, മുഴയുടെ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദികൾ തീർന്നു പോകട്ടെ. ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുനാമം ഈ ആരാധനയോട് മഹത്വപ്പെടുവാൻ കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവപിതാവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് ഉടമ്പടി പ്രകാരം 10,000-കണക്കിന് സാക്ഷ്യങ്ങളാൽ ഇപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികള്, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്ത അവസ്ഥകള്, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകള്, കേസിലായിപ്പോയവര്, കോടതിയിലായിപ്പോയവര്, ജയിലിലായിപ്പോയവര്, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടു പോയവര്, മാനസിക രോഗികള്, തകർന്നുപോയ കുടുംബങ്ങള്, അതുപോലെ തന്നെ കുടുംബ കേസുകള്, കുടുംബ കോടതി കിടക്കുന്ന കേസുകള്, വിദ്യാർത്ഥികളുടെ പഠനങ്ങള്, പഠന തകർച്ചകള്, പരീക്ഷ എഴുതുന്ന മക്കള്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടിരിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, പലതരത്തിലുള്ള കേസുകളിലും അതിർത്തി തർക്കങ്ങളിലും താമസിക്കുന്നവര്, പറമ്പില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിക്കാൻ അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള വാഹനങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തവരെ, അങ്ങനെ പല പല വിഷയങ്ങൾക്ക് വേണ്ടി ഉദ്യമിച്ചു കൊടുക്കുന്ന ഓരോ സംരംഭങ്ങളും കർത്താവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്നിൽ നിറയണമേ.
പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഉടമ്പടിയെ ദൈവപിതാവേ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഉടമ്പടിയെ നീ ഉറപ്പിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.